രാഹുർദശയിൽ ധരിച്ച തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങളാണ് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ദശയ്ക്ക് രാഹു 18 വർഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ജനനസമയം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇതിന്റെ ദശാകാലം വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് രാഹുർദശ 18 വർഷം എല്ലാ ആളുകൾക്കും കിട്ടിയെന്ന് വരില്ല. അത് ശിഷ്ടദശ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് സാരം. അപ്പൊ നമുക്കതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഗണിച്ചെടുക്കണമെങ്കിൽ അതിന്റെ ജാതകം വേണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു 18ന്റെ പകുതി 9 എന്ന് കണക്ക് കൂട്ടി നമുക്ക് ഈ സാമാന്യമായിട്ടുള്ള ഫലം പറയാം. അപ്പോൾ ആദ്യമേ ആദ്യത്തെ 9 വർഷം ഇവർക്ക് രാഹുർദശയാണെന്ന് കണക്ക് കൂട്ടാം. പിന്നീട് ഇവർക്ക് വരുന്നത് വ്യാഴദശയാണ്. വ്യാഴദശ 16 വർഷമാണ്. അതായത് 16, 9, 25 വയസ്സ് വരെ ഇവർക്ക് വ്യാഴദശയാണ്. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കും, വിദേശ പഠനത്തിന് അവസരം കിട്ടും. ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയായിരിക്കും. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല മെച്ചപ്പെട്ട ഒരു അവിടെയൊക്കെ ജോലി കിട്ടാനും കിട്ടിയ ജോലിയിൽ ശോഭിക്കാനും ഒക്കെ ഉള്ള അവസരമാണ്. അതുപോലെ ITI പാസ്സായവർക്കൊക്കെ ITIക്ക് പോയവർക്കൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ കിട്ടി ചിലപ്പോൾ അതൊക്കെ സ്ഥിരപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ITI ഡിപ്ലോമ അങ്ങനെയുള്ള കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും നല്ല നല്ല തൊഴിലുകൾ കിട്ടാം. അത് ഇങ്ങനെ താരതമ്യേന വിദ്യാഗുണം കുറഞ്ഞവർക്കും വേറെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ കിട്ടി ജീവിക്കാനുള്ളൊരു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ കുറച്ചു പേരുടെയൊക്കെ വിവാഹമൊക്കെ നടക്കാം, പെൺകുട്ടികളുടെയൊക്കെ വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ കാലമാണ്. കുറെ പേരുടെയൊക്കെ വിവാഹമൊക്കെ നടന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഉപരിപഠനത്തിന്, അതായത് ഹയർ സ്റ്റഡിക്ക് പോകുന്നവർക്ക് ശ്രേഷ്ഠമായ കാലഘട്ടമാണിത്. അതുപോലെ ഉപരിപഠനത്തിന് ഇവർക്ക് വിദേശത്തൊക്കെ പോകാനൊക്കെ സാധിച്ചേക്കും. IELTS ഒക്കെ പാസ്സായാലും വിദേശ പഠനത്തിന് പോകാനും, ഒരുപക്ഷെ വിദേശ പഠനം കഴിയുമ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ജോലി കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഈ കോച്ചിങ്ങിനൊക്കെ പോണവർക്കൊക്കെ സർക്കാർ ജോലിയൊക്കെ കിട്ടും. ചെറിയ ജോലി കിട്ടിയാലും ആ ജോലിക്ക് കയറുക, പിന്നീട് നമുക്ക് അതിൽ നിന്നൊക്കെ ഉയർന്നു പോകാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ മൊത്തത്തില് ഇവർക്ക് പൊതുവെ നല്ല കാലഘട്ടമാണ്. സർക്കാർ സർവീസിൽ ഉള്ളവർക്കാണ് ഈ പ്രൊമോഷൻ കിട്ടും, ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. ബിസിനസ്സുകാർക്കും ഒക്കെ കൃഷിക്കാർക്കൊക്കെ ധനപരമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴദശക്കാലം. പിന്നെ ഇവർക്ക് 19 വർഷം ശനിദശയാണ്. അതായത് 29 വർഷം 19 വർഷം കൂട്ടുമ്പോൾ 44 വർഷം ശനിദശാകാലമാണ്. ഇത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് ചിലപ്പോൾ വസ്തു വാങ്ങാനും വീട് വെക്കാനൊക്കെ സാധിക്കും. എങ്കിൽ പോലും അനാവശ്യമായിട്ട് കുറെ ധനങ്ങള് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് വയ്ക്കുമ്പോഴൊക്കെ പല കാര്യങ്ങൾക്കും നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ അനാവശ്യമായ ധനം കൂടുതൽ വ്യയം ചെയ്യേണ്ടി വരും, കൂടുതൽ ചെലവഴിക്കേണ്ടി വരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാല് പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടിയെന്ന് വരില്ല. കാര്യം ഫലം കിട്ടും, പ്രവൃത്തിയൊക്കെ വിജയിക്കും. പക്ഷെ വളരെ കഠിനാധ്വാനപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് ഈ പ്രവൃത്തിയിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ സന്താനങ്ങൾക്ക് ഈ കാലഘട്ടമൊക്കെ മോശപ്പെട്ട കാലഘട്ടമായിരിക്കും. അതായത് ഈ ചെറിയ പ്രായത്തിൽ നിന്ന് പിള്ളേരൊക്കെ ചില കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെട്ടേക്കാം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇവര് സ്വന്തമായിട്ട് തന്നെ ഈ ജാതകര് തന്നെ സ്വന്തമായിട്ട് മുടക്കിയിട്ട് വല്ല ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണം മുടക്കി തുടങ്ങിയിട്ട് അതിലൊക്കെ നഷ്ടം വരാം. അപ്പൊ ബിസിനസ്സുകൾ ഒന്നും തുടങ്ങരുത്. ബിസിനസ്സൊക്കെ പരമാവധി തുടങ്ങാതെ നോക്കിയാൽ ഉള്ള ബിസിനസ് കൊണ്ടുപോയി നടക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പൊതുവെ സ്വല്പം മോശപ്പെട്ട കാലാവസ്ഥയായിരിക്കും ഇവർക്ക് ഈ ശനിദശാകാലം എന്ന് പറയുന്നത്. പിന്നീട് ഇവർക്ക് വരുന്നത് ബുധദശാകാലമാണ്. അതായത് 17 വർഷം ബുധദശയാണ്.
അതായത് 61 വയസ്സ് വരെ. ഈ കാലഘട്ടം താരതമ്യേന ഗുണപ്രദമാണ്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശോഭിക്കും. അതുപോലെ തന്നെ ഈ സിനിമ ഫീൽഡിലുള്ളവർ, അല്ലെങ്കിൽ അനുബന്ധ ഫീൽഡുകളിൽ ഒക്കെ ഉള്ളവര്, അതുപോലെ തന്നെ ഈ മറ്റേ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവര്, അങ്ങനെയൊക്കെ നടത്തുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട കാലഘട്ടമാണ്. അതിൽ അതിൽ നിന്നൊക്കെ സാമാന്യമായിട്ടുള്ള ധനം ലഭിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ നിന്ന് ജയിക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടാം, സമൂഹത്തിൽ അംഗീകാരം കിട്ടാം. അങ്ങനെ ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂലമാണ്. പിന്നെ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞാൽ അവര് ഇപ്പൊ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് ധനം കിട്ടും. പുതുതായിട്ട് ബിസിനസ്സിൽ തുടങ്ങേണ്ട, നിലവിലുള്ളതൊക്കെ നടത്തിക്കൊണ്ടുപോകാം. ചെറിയ ചെറിയ കുറച്ച് കൂടുതൽ മുടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട രീതിയിലൊക്കെ ചെക്കപ്പൊക്കെ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വന്നുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ മതി. പിന്നീട് 7 വർഷം കേതുർദശയാണ്, അതായത് 68 വയസ്സ് വരെ. ഈ കാലഘട്ടങ്ങളിൽ സന്താനങ്ങളിൽ നിന്നൊക്കെ അകൽച്ച വരും. മൊത്തത്തില് വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ വരും. ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും കാലഘട്ടമൊക്കെ മോശമായിരിക്കും. ഒരുപക്ഷെ ഈ എന്തെങ്കിലുമൊക്കെ രോഗനിവാരണത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ സർജറികളോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പൊ മൊത്തത്തിലൊരു ദോഷഫലം കൂടുതൽ കാലഘട്ടം ആണ് ഈ കേതുർദശ. പിന്നീട് ഇവർക്ക് 20 വർഷം ശുക്രദശയാണ്. ഈ അസുഖങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഭേദപ്പെടും. സന്താനങ്ങളുടെ സ്വഭാവമൊക്കെ നന്നായി അവരൊക്കെ കൂടെ വന്ന് താമസിക്കും. ചിലപ്പോൾ വിദേശത്തുള്ള സന്താനങ്ങളാണ്, മാതാപിതാക്കളെയൊക്കെ കൂട്ടി വിദേശത്തേക്കൊക്കെ പോകും. ആരോഗ്യനില പൊതുവെ മെച്ചപ്പെടും. മനസ്സുഖം ഉണ്ടായിരിക്കും. വീട്ടില് മനസമാധാനം, ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ താരതമ്യേന നല്ല കാലഘട്ടമായിരിക്കും ഈ ശുക്രദശാകാലം ഇവർക്ക്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.